പ്രത്യേകിച്ച് റെയ്നർ ഇങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത്, ഒരു ബാങ്കറുടെ മകനെ 3 വർഷം കൊണ്ട് ILR ലഭിക്കുകയും ഒരു കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ മകനെ 10 വർഷം കാത്തിരിക്കേണ്ടി വരികയും ചെയ്യുന്നത് അനീതിയാണ് എന്നുള്ളതാണ്. സമൂഹത്തിൽ താഴേക്കടയിലുള്ള ആൾക്കാരുടെ വേർതിരിവ് എന്നുള്ളത് ലേബർ പാർട്ടിയുടെ നയമല്ല. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഈ ഒരു നയത്തിൽ നിന്ന് പിന്മാറണം എന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് വളരെ പോസിറ്റീവായിട്ടൊരു സൈനാണ്. ഇനിയിപ്പോൾ ഗവൺമെൻറ് പിന്മാറിയില്ലെങ്കിൽ കൂടി നിലവിൽ UK ഉള്ള ആൾക്കാർക്ക്, ഇപ്പോൾ നമ്മുടെ കെയർ സ്റ്റാമർ അല്ലെങ്കിൽ ഹോം സെക്രട്ടറി ആയിട്ടുള്ള ഷബാന മഹ്മൂദ് പറഞ്ഞിരിക്കുന്നത് നിലവിൽ UK ഉള്ള ആൾക്കാർക്കും ഈ നിയമം ബാധകമാകും എന്ന രീതിയിലാണ്. നിയമം എപ്പോഴാണോ നിലവിൽ വരുന്നത് ആ സമയത്ത് നിങ്ങൾ ILR അപ്ലൈ ചെയ്യുമ്പോൾ ആ നിലവിലുള്ള നിയമപ്രകാരമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഷബാന മഹ്മൂദ് പറഞ്ഞു വെച്ചിരുന്നത്. എന്നാൽ ഈ ആഞ്ചലോ റെയ്നറും ലേബർ പാർട്ടിയുടെ മറ്റ് MP മാരൊക്കെ പറയുന്നത് ഇത് നിയമം അനീതിയാണെന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ്റിന് കെയർ സ്റ്റാമർക്ക് ഈ ഒരു പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ മുട്ടുമുടക്കേണ്ടി വരും. തത്ഫലമായിട്ട് നിയമം നിലവിൽ വരികയാണെങ്കിൽ തന്നെ നിലവിൽ UK ഉള്ള ആൾക്കാരെ പരിഗണിച്ച് ഇനി വരുന്ന ആൾക്കാർക്ക് മാത്രമായിട്ടെങ്കിലും നിജപ്പെടുത്തും. അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ UK മലയാളി സുഹൃത്തുക്കൾക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണിത്.